ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റായി റീഡിംഗ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ ഇമെയിൽ ID, വെബ്സൈറ്റ്, വാട്സാപ്പിൻ്റെ ചാറ്റ്, അതൊക്കെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾ എൻ്റെ വെബ്സൈറ്റിൽ പോയാൽ അവിടെ ഒരു ചാറ്റ് ഐക്കൺ വാട്സാപ്പിൻ്റെ. അതിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ചാറ്റ് ചെയ്ത് എല്ലാം ഡീറ്റെയിൽസ് അവിടെയും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. അതല്ലാണ്ട് ഈ ചാനലിനെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതും ചെയ്യാം. മെമ്പർ ആയാൽ നിങ്ങൾക്ക് വേഗം വീഡിയോസ് ആക്സസ് ചെയ്യാൻ പറ്റും. മറ്റവരുടെ മുമ്പേ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ആൻഡ് അതുമാത്രമല്ല, നിങ്ങൾക്ക് ബോണസ് റീഡിങ്സും മെമ്പേഴ്സിന് മാത്രമാണ് അത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജ് നമ്മൾക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി നമ്മൾക്ക് നോക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ഓവറോൾ എനർജി 5 swords ആണ് നിങ്ങളുടെ സൈഡിൽ. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി 4 swords. ആൻഡ് നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ 2 of wands ആണ്. അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ ഉണ്ടാക്കുന്ന എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം. ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും ചൂസ് ചെയ്യാനാണ് പോണത്, ഡിസൈഡ് ചെയ്യാനാണ് പോണത്. എന്നുവെച്ചാൽ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേന്നാണ് ഇപ്പോൾ ചോയ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത്. ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ ആണ്. എന്നുവെച്ചാൽ ഇതുവരെ നിങ്ങൾ ആ ചോയ്സ് ഉണ്ടാക്കിയിട്ടില്ല. 5 swords ആണ് നിങ്ങളുടെ സൈഡിൽ. അപ്പോൾ ഇവിടെ ഒരു കുറെ നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്, കുറെ ഒരു ആങ്സൈറ്റി ഉണ്ട്, ഡിഫിക്കൾട്ട് സമയമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പേഴ്സന്റെ കൂടെ നിങ്ങളുടെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സ്ട്രെസ്സും ആങ്ഷ്യസ് ആയിട്ട്. ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആണ്. ഈ പേഴ്സൺ ഹീൽ ചെയ്യാനാണ് നോക്കണത് ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിന്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ ഈ 5 swords എന്താണ്? ഹാങ്ഡ് മാൻ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ ഇഷ്യൂ ഉണ്ട്. ആൻഡ് നിങ്ങൾ ഈ സമയത്ത് സെപ്പറേറ്റഡ് ആണ്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനാണ് നോക്കണത്. എന്നുവെച്ചാൽ ഇവിടെ ഹാങ്ഡ് മാൻ ഉണ്ട്, 5 swords ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് കുറെ ടോക്സിക്കും ആവുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറച്ചൊരു സെപ്പറേഷൻ ആയ മേ ബി നിങ്ങൾക്ക് ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് കിട്ടും. പറഞ്ഞ ഒരു ഡിഫറെൻറ്റ് വേയിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ കാണാൻ പറ്റും. ഇല്ലച്ച ഒരു ഡിഫറെൻറ്റ് ഐഡിയ കിട്ടും. ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയാ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സമയത്ത് മേ ബി നിങ്ങൾ ആ ബ്രേക്കാണ് എടുത്തിരിക്കണേ. ആൻഡ് കുറെ ഫൈറ്റ്സ് ഉണ്ട് ഇവിടെ. അതുകൊണ്ടുമാണ് നിങ്ങൾ കുറച്ചൊരു സെപ്പറേറ്റഡ് ആയിട്ട്. 4 swords ഈ പേഴ്സന്റെ എനർജി എന്താണ്? ഈ പേഴ്സൺ ഈ സമയത്ത് അവരുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പിന് ഇപ്പോൾ നിങ്ങൾ ഒരു ബ്രേക്കാണ് എടുത്തിരിക്കണേ. ഇവിടെ ടോറസ് എനർജി കാണാണ്ട് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ. ഈ പേഴ്സൺ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ജെമിനൈ എനർജി ഉണ്ട്, ഇവിടെ പൈസീസ് ഉണ്ട്, ടോറസ് ഉണ്ട്. അപ്പോൾ ഈ കറന്റ് സിറ്റുവേഷൻ 2 of wands എന്തുകൊണ്ടാണ് എന്നുവെച്ചാൽ ഇത് കുറെ ഒരു ടോക്സിക് സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ടോക്സിസിറ്റി ഉണ്ട്. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വരുമ്പോൾ കുറെ വോളറ്റൈൽ എനർജിയാണ്, കുറെ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ട്. അത് അല്ലാണ്ട് ഒരു തേർഡ് പാർട്ടിയും ഉണ്ടാവും ചിലപ്പോൾ, അതും ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇവിടെ കുറെ ഫൈറ്റ്സ് ഉണ്ട്, കുറെ ഒരു അൺഹെൽതി റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ കറന്റ് സിറ്റുവേഷനിലെ ചാലഞ്ച് എന്താണ്? ഇവിടെ കറന്റ് സിറ്റുവേഷനിലെ ചാലഞ്ച് പേജ് ഓഫ് വാൻഡ്സ്. ഇവിടെ ഒരു പേഴ്സൺ കുറെ ഇമ്മച്യോർ ആയിട്ടാണ്, കുറെ സീക്രറ്റ്സ് ഉണ്ട്, ഒരു ഇമ്മച്യോറിറ്റി ഉണ്ട്. ആൻഡ് ഇവിടെ ഞാൻ ഒരു ബ്രേക്കപ്പ് ആയിട്ടാണ് കാണുന്നത്. എന്തോ ഒരു റെവലേഷൻ ഉണ്ടായിട്ടുണ്ട് റീസെൻ്റ്ലി. ആൻഡ് അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു വലിയ ഫൈറ്റ് ഉണ്ടായി. ഓക്കെ, എന്തോ ഒരു സീക്രട്ട് പുറത്തു വന്നു. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ എന്താണ് ബ്ലോക്ക്?
നിങ്ങളുടെ സൈഡിൽ ബ്ലോക്ക്, നിങ്ങൾ കുറെ ഹാർട്ട് ബ്രോക്കൺ ആണ്, കുറെ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്, സാഡ്നെസ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഈ പേഴ്സന്റെ സൈഡിൽ ബ്ലോക്ക് 7 ഓഫ് വാൻസ്. ഈ പേഴ്സൺ ആക്ച്വലി അവർക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്, ഇതിനെ സോൾവ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ അവർ ബ്ലോക്ക്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. മേ ബി നിങ്ങൾ ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? 5 ഓഫ് വാൻസ്. നിങ്ങൾ കുറെ കോൺഫ്ലിക്റ്റഡ് ആണ് ഈ പേഴ്സണെ കുറിച്ച്. നിങ്ങൾക്ക് അറിയില്ല ഇത് വർക്ക്ഔട്ട് ചെയ്യുമെന്ന്. ഓൾറെഡി നിങ്ങൾ ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. കുറെ റിഗ്രറ്റ്സ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് എന്താണ് ഫീലിങ്സ്? ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ ഏരീസ് എനർജി ഞാൻ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് ട്രാവൽ ചെയ്ത് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം എന്നുണ്ട്. ക്വീൻ ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ, ആൻഡ് എംപ്രസ് ഉണ്ട്. കുറെ ആൾക്കാരുണ്ട് ഈ പേഴ്സന്റെ സൈഡിൽ. ഈ പേഴ്സൺ കുറെ പോപ്പുലർ ആണ്. അവർ വേറെ ആൾക്കാരുടെ കൂടെയും ഡീൽ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഞാനൊരു പ്രഗ്നൻസിയും കാണുന്നുണ്ട്. അപ്പൊ അറിയില്ല ഇവരുടെ സൈഡിന്ന് പറഞ്ഞ ഇവർ മാരീഡ് ആണോ എന്ന് വെച്ചാൽ എംപ്രറും എംപ്രസും ഒരു മാരീഡ് കപ്പിളാണ്. അപ്പൊ ഈ പേഴ്സൺ മാരീഡ് ആണ് വെച്ചാൽ മേ ബി അതാണ് വലിയ ഇഷ്യൂ. ഈ പേഴ്സൺ നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും അവരെ ഈ റിലേഷൻഷിപ്പിന് വിട്ട് നിങ്ങളുടെ കൂടെ കമ്മിറ്റ് ചെയ്യുമെന്ന്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അതും ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. ഓരൽസ് ഈ പേഴ്സൺ സഡൻലി നിങ്ങൾക്ക് അങ്ങനെ അത്ര എഫേർട്ട് കാണിക്കില്ല. അതും ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. അപ്പോ ഓരൽസ് നിങ്ങൾ രണ്ടാളും മാരീഡ് ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോ നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്താണ് ഉണ്ടാവുക? 9 ഓഫ് കപ്സ്. നിങ്ങൾ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റിന്റെ ഡയറക്ഷനിലേക്കാണ് പോണത്, ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിൽ. ഈ പേഴ്സന്റെ സൈഡിൽ ആക്ഷൻ മൂൺ, ക്യാൻസർ എനർജി, അത് നിങ്ങളുടെ എനർജിയാണ്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇവിടെ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. അവർ ചിലപ്പോൾ റീകൺസൈൽ ചെയ്യാൻ വരും. അപ്പോൾ ഔട്ട്കം ഇവിടെ എന്തായിരിക്കും? ഔട്ട്കം ആണ് കിങ് ഓഫ് കപ്സ്, സ്കോർപിയോ എനർജി, 8 ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഇവിടെ ഔട്ട്കം ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും ഈക്വലി എഫേർട്ട് ഇട്ട ഈ റിലേഷൻഷിപ്പിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു കംപ്ലീറ്റ്ലി ഗോൺ കേസ് അല്ല. ഓക്കെ, ഇവിടെ സ്കോർപിയോ എനർജി ഉണ്ട് ഔട്ട്കമില്. നിങ്ങൾ രണ്ടാളുടെയും കുറെ ഫീലിങ്സ് ഹിഡൻ ആണ്. അപ്പോൾ അത് ഒക്കെ എക്സ്പ്രസ് ചെയ്താ, തുറന്ന് സംസാരിച്ച, കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയി വെച്ച ഈ റിലേഷൻഷിപ്പിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങൾക്ക് രണ്ടാൾക്കും അതിൽ പക്ഷെ എഫേർട്ട് ഇടേണ്ടി വരും. മേ ബി കൗൺസിലറിനെ മീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ നിങ്ങൾ രണ്ടാളും വിഷ് ചെയ്യണ്ട വെച്ചാൽ അത് ഇവിടെ പോസിബിൾ ആണ്. നൈറ്റ് ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ, നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഒരു പേഴ്സൺ കുറെ അൺസ്റ്റേബിൾ എനർജിയാണ്, മറ്റേ പേഴ്സൺ ഒരു റൊമാൻറ്റിക് ടൈപ്പ് ആണ്. അവിടെയും ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി ഒരു നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, റീകൺസൈൽ ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റിസ് ഉണ്ട്. ആദ്യം റീകൺസിലിയേഷന്റെ എനർജിയാണ്. ആൻഡ് ഹൈറോഫാണ്ട് ഉണ്ട്. ഇത് മാരേജ് ആണ് വെച്ചാൽ ഡെഫിനറ്റ്ലി റീകൺസിലിയേഷന്റെ ഹൈ ചാൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ ക്യാൻസർ എനർജി കൂടി ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നത് ഒരു ടെമ്പററി ഫേസ് ആണ്. നിങ്ങൾ രണ്ടാൾക്കും ഇതിൽ എഫേർട്ട് ഇടണം എന്ന് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ട് വെച്ചാൽ ഇതിൽ ഡെഫിനറ്റ്ലി റീകൺസിലിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? soulmate. Yes, this is your soulmate. Past life relationship. You have known each other before and this could be the one under. You have already met the romantic partner you seek. അപ്പോൾ ക്യാൻസർ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ബട്ട് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ വിൽ സീ യു അഗൈൻ.